السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. മഅഖൽ ഇബ്നു യസാർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് നൽകുന്ന ഒരു ഉപദേശം നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഉപദേശം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്, മറിച്ച് ഓരോരുത്തരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യാ അബൂബക്കറിൻ ലശ്ശിർകു ഫീകും അഖ്ഫാ മിൻ ജബീബിൻ നംലി വല്ലദീ നഫ്സി ബിയദിഹി ലശ്ശിർകു അഖ്ഫാ മിൻ ജബീബിൻ നംലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, നിങ്ങളിൽ ശിർക്ക് സംഭവിക്കുക എന്നുള്ളത് അത് ഒരു ഉറുമ്പിൻ്റെ ചവിട്ടടിയേക്കാൾ ഗോപ്യമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നിസ്സാരമായ കാര്യത്തിലൂടെ എന്ത് ചെയ്യും, ശിർക്ക് ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ തന്നെ എന്ത് ചെയ്യണം, അത് കരുതിയിരിക്കണമെന്നാണ്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുക, ഞാനൊന്നും ശിർക്ക് ചെയ്യുന്നില്ല, ഞാനൊക്കെ തൗഹീദിൽ തന്നെയാണ്, എൻ്റെ തൗഹീദൊന്നും തെറ്റിപ്പോവുകയില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ തൗഹീദ് തെറ്റിപ്പോകുമോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. അറിയാതെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന തിന്മകളെക്കാൾ നമ്മൾ കൂടുതൽ ഭയപ്പെടേണ്ടത് ഇത്രയും ഗോപ്യമായ ശിർക്കിനെയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും പറഞ്ഞു, അല അദുല്ലുക അലാ ഷൈഇൻ ഇദാ ഫഅൽതഹു ദഹബ അൻക ഖലീലുഹു വകസീറുഹു. ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം അറിയിച്ചു തരാം, അത് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ആ ഷിർക്കിൻ്റെ ഖലീലും അതിൻ്റെ കുറവും അതുപോലെ തന്നെ അതിൻ്റെ കസീറും നിങ്ങളിൽ നിന്ന് പോയി പോകും. അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ പ്രാർത്ഥന അവിടെ പഠിപ്പിച്ചു കൊടുക്കണം. ഈ പ്രാർത്ഥന കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യണം, അത് ഹിഫ്ള് ചെയ്ത് അത് നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, നീ പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഇത്രയുള്ള ഈ പ്രാർത്ഥന. ഒന്ന്, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, അല്ലാഹുവേ, ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു, അൻ ഉശ്രിക ബിക, ഞാൻ നിന്നിൽ പങ്കുവെക്കുക എന്നുള്ളതിനെ തൊട്ടും ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു, വ അന അഅലമു, ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ അല്ലാഹുവേ ഞാൻ നിന്നിൽ പങ്കുവെക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു, വ അസ്തഗ്ഫിറുക, അതുപോലെ തന്നെ ഞാൻ നിന്നോട് പാപമോചനവും ചോദിക്കുന്നു, ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നു, ലിമാ ലാ അഅലമു, എനിക്കറിയാതെ എൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന ശിർക്കിനെ സംബന്ധിച്ച് ഞാൻ നിന്നോട് പാപമോചനവും ചോദിക്കുന്നു. വളരെ നിസ്സാരമായ ചെറിയ പ്രാർത്ഥന. നമുക്ക് ഈ ഖിയാമുൽ ലൈലുകളും മറ്റൊക്കെ വരുന്നുണ്ട്, സുദീർഘമായ സുജൂദുകളും റുകൂകളൊക്കെ അവിടെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സുജൂദുകളിലൊക്കെ അതുപോലെ തന്നെ ആ തശഹുദിൻ്റെ ഇരുത്തത്തിലൊക്കെ ഈ പ്രാർത്ഥന പഠിച്ചാൽ നമുക്ക് മനസ്സറിഞ്ഞ് ചെല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതിൻ്റെ ഖലീലും അതിൻ്റെ കസീറും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്യും പോകുമെന്നാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന പഠിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കും. ഒരു വട്ടം കൂടെ ആവർത്തിക്കുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം, അല്ലാഹു ഞാൻ അറിഞ്ഞുകൊണ്ട് നിന്നിൽ പങ്കുവെക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു, വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം, അല്ലാഹു ഞാൻ അറിയാതെ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് ഇസ്തിഗ്ഫാറിനെയും ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ ശിർക്കിൽ നിന്നും വലിയ ശിർക്കിൽ നിന്നും ഒക്കെ നമ്മുടെ ജീവിതത്തെ മുക്തമാക്കി ഏറ്റവും നല്ല രൂപത്തിൽ തൗഹീദിലായിക്കൊണ്ട് ഇസ്തിഖാമത്തിലായിക്കൊണ്ട് ജീവിക്കാനും അതുപോലെ തന്നെ ആ ഈമാനോട് കൂടി മരണപ്പെട്ടു പോകാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.